ഇപ്പോൾ ബംഗളൂരിലെ മല്ലേശ്വരത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ കൂടി ചേരുകയാണ്. മല്ലേശ്വരത്താണ് നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ഈ അപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അവിടെ നിന്നും അരുൺ പൂപ്പറമ്പ ചേരുന്നു. അവിടെയും ഇന്ന് SITയുടെ പരിശോധന ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 150 ഗ്രാം സ്വർണ്ണവും കണ്ടെടുത്തിട്ടുണ്ട്. ഈ സ്വർണം ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി എന്തെങ്കിലും ബന്ധമുള്ള സ്വർണ്ണമാണോ എന്നുകൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അരുൺ പൂപ്പറമ്പ, താങ്കൾക്ക് സ്വാഗതം പ്രൈം ടൈമിലേക്ക്. എന്താണ് അവിടെ നിന്നുള്ള മല്ലേശ്വരത്തു നിന്നുള്ള വിവരങ്ങൾ, അപ്ഡേറ്റ്സ്? SKN പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ന് നടന്നത്. അതിൽ 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ചെന്നൈയിലും അതോടൊപ്പം തന്നെ ബംഗളൂരുവിലും ഒരേ സമയം പരിശോധന നടത്തുന്നു. അതിൽ ചെന്നൈയിലെ പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ അവിടെ ഈ തെളിവ് ശേഖരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിലെ മല്ലേശ്വരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇപ്പോൾ 10 മണിക്കൂറായി പരിശോധന തുടരുകയാണ്. 10 മണിക്കൂർ പിന്നിടുകയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടങ്ങിയിട്ട്. ഇപ്പോഴും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിന് മുന്നിലാണ്. ഇപ്പോഴും പരിശോധന അകത്ത്, അതായത് 4ാമത്തെ നിലയിലാണ് അപ്പാർട്ട്മെന്റ് ഉള്ളത്. അവിടെ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഒരു നിർണായകമായിട്ടുള്ള വിവരം കൂടി പുറത്തു വന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും സ്വർണം കണ്ടെടുത്തിരിക്കുന്നു എന്ന നിർണായകമായ വിവരം അല്പസമയം മുമ്പാണ് ലഭിച്ചത്. അത് സ്വർണ്ണാഭരണങ്ങളാണ് ലഭിച്ചത്. 150 ഗ്രാമിലധികമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. പക്ഷേ അത് ഈ ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ നിന്നും വേർതിരിച്ച സ്വർണത്തിന്റെ ഭാഗമാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതിന്റെ ഉറവിടം പരിശോധിക്കുന്നു എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. സ്വർണം എന്തായാലും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ തിരുവനന്തപുരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും സമാനമായി സ്വർണം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ബംഗളൂരുവിലെ ഈ പരിശോധനകൾ വളരെ നിർണായകമാണ്. കാരണം ഇതിൻ്റെ ഈ കുറ്റകൃത്യത്തിൻ്റെ, അതായത് ഈ ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുവന്ന് അത് ഈ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നാഗേഷ് എന്ന വ്യക്തിക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൈമാറിയത് ബംഗളൂരുവിൽ നിന്നാണ്. അതിൻ്റെ ആസൂത്രണം, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട ചില സഹായങ്ങൾ ലഭിച്ചത് ഇവിടെ നിന്നാണ്. ചില സ്പോൺസർമാരുടെ പേരുകളൊക്കെ നേരത്തെ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. നിലവിൽ സ്വർണം പിടികൂടിയതുകൊണ്ടാണ് മണിക്കൂറുകൾ നീണ്ട പരിശോധനയും അതിൻ്റെ നടപടിക്രമങ്ങളും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് രാവിലെ സംഭവിച്ച വളരെ നിർണായകമായിട്ടുള്ള കാര്യം, ഈ സ്വർണം കണ്ടെത്തിയിട്ടുള്ള, അതായത് സ്വർണ്ണപ്പാളിയിൽ നിന്നും വേർതിരിച്ച സ്വർണം കണ്ടെടുത്തിട്ടുള്ള വിവരം പുറത്തു വന്നു. അത് കർണാടകയിലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനിൽ നിന്നാണ് ആ സ്വർണം കണ്ടെടുത്തത്. നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ആ വിവരമുണ്ടായിരുന്നു. അവർ കൃത്യമായ സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളതും നിർണായക നീക്കമാണ്. ഇനി ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ കേന്ദ്രീകരിച്ച് ഇതിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യത്തിൽ നടന്നിട്ടുള്ള രീതികൾ, അത് ആരൊക്കെ സഹായിച്ചു, ആരൊക്കെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉള്ള തെളിവ് ശേഖരണമാണ് ഒരേ സമയം അന്വേഷണ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി മല്ലേശ്വരത്തു നിന്നും ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.